2017 ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഒന്നാമത്തെ കാര്യം, ടെൽ-അവീവ് ആയിരുന്ന ഇസ്രയേലിന്റെ തലസ്ഥാനം മാറി, ട്രംപ് അതിനെ മാറ്റി ജെറുസലേം തലസ്ഥാനമാക്കി. എന്തിനു വേണ്ടി? ആലയം. 2018 മെയ് 14, 72 കൊല്ലം മുമ്പ് ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യം. ഇന്നലെ ഞാൻ അതെല്ലാം പറഞ്ഞു. ഈ 72 കൊല്ലം മുമ്പ് ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യം 48 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ രാഷ്ട്രമായി ദാ കിടക്കുന്നു. ലോകം വിട്ടുനിന്നു. രണ്ടാമത്തെ സംഭവം, ജെറുസലേമിൽ US എംബസി തുറന്നു. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം കേട്ടോണോ, അന്ത്യകാലത്തിലേക്ക് വരിക, കമ്പ്യൂട്ടറിലേക്ക് വരിക. കണ്ടു, ഇസ്രയേലിന് ജൂതരാഷ്ട്രം. UN അകത്ത് മിണ്ടാൻ പറ്റത്തില്ല, നാട്ടുകാർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. 3 സംഭവം. നാലാമത്തെ സംഭവം, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ കൺവെൻഷന്റെ സംഘാടകരെ പോലെ ഇതെല്ലാം മനസ്സിലാക്കണം. അന്ത്യകാലം ഇനി പറയത്തില്ല. നാലാമത്തെ സംഭവം, ആലയം പണിവാൻ ഒരു കമ്മിറ്റി വന്നു. അതിൻ്റെ പേരാ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി. ആ കോർഡിനേഷൻ കമ്മിറ്റിക്കകത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇസ്രയേലിനെ ജയിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ഡോക്ടർ ചിയാം വൈസ്മാൻ. ആദ്യമായിട്ട് ഗ്രനേഡ് ഉണ്ടാക്കിയ പുള്ളിക്കാരനാണ്. TNT എന്നുണ്ടാക്കിയ ചിയാം വൈസ്മാൻ. അവൻ്റെ കൊച്ചുമോൻ്റെ പേരാ ഡോക്ടർ ചിയാം കവിനോവിസ്കി, ഒരു താടിക്കാരൻ. അവൻ ഇന്ന് പള്ളിയുടെ കൺവീനറായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഞെട്ടുന്നു. നാലാമത്തെ സംഭവം. അഞ്ചാമത്തെ സംഭവം, ഏകദേശം 60 ലക്ഷം $3 ബില്യൺ ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ഒരു കമ്പനിയുണ്ട്, ടീം ആൻഡ് ബയർ കോൺട്രാക്ടിങ് കമ്പനി. അവൻ യഹൂദന് കൊടുത്തിരിക്കുക. ആലയം എപ്പോൾ വേണമെങ്കിലും പണിയാൻ റെഡി, ഞങ്ങൾ പറയുമ്പോൾ പൈസ. ആറാമത്തെ സംഭവം, ഭൂമി കുഴിച്ചാൽ, കള്ളിക്കാട് ഒരു വലിയ കെട്ടിടം വെക്കുമെങ്കിൽ ഭൂമി കുഴിക്കാം, പൈലിങ്. അതിനുവേണ്ടി ഒരു കമ്പനിയെ ഇസ്രയേൽ രേഖപ്പെടുത്തി. ആ കമ്പനിയുടെ പേരാ ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയർ. എല്ലാ വാർത്തകളും വന്നു കഴിഞ്ഞു. ഏഴാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും നിർണായകമായിരിക്കുന്നു. ആലയത്തിൻ്റെ ബ്ലൂ പ്രിന്റ്. ആശാരി ഇവിടെ മേശരി കെട്ടിടം പണിയാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന പോലെ ആലയത്തിൻ്റെ ബ്ലൂ പ്രിന്റ് മുഴുവൻ യഹൂദന്റെ കമ്പ്യൂട്ടറിനകത്ത് കൊടുത്തിരിക്കുന്നു. എട്ടാമത്തെ സംഭവം, ഈ ആലയം തുറന്നാൽ യഹൂദനെല്ലാം അവിടെ ഓടി വരും. അങ്ങനെയെങ്കിൽ കാര്യം നിയന്ത്രിക്കാൻ ഒരു പോലീസ് മേധാവിയെ വേണം. ഇന്ന് ഇസ്രയേലിന്റെ പോലീസ് മേധാവിയായി ഒരു ചെറുപ്പക്കാരൻ വന്ന്, റോണി അൽ ഷക്കർ. അവൻ എവിടെ പോയി പഠിച്ചു? റോയൽ പോലീസ് ഓഫ് ഇംഗ്ലണ്ട്, ബ്രിട്ടനിൽ പോയി പഠിച്ച ചെറുപ്പക്കാരൻ ഇന്ന് ഇസ്രയേലിന്റെ പോലീസ് മേധാവി. ഒമ്പതാമത്തെ സംഭവം, ഇന്ന് ഇവിടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിനോടനുബന്ധിച്ച് ബൈബിൾ കോളേജോ അല്ലെങ്കിൽ കണ്ണമൂല സെമിനാരി പോലെ ഇന്ന് യഹൂദന്റെ തോറ പഠിപ്പിക്കാൻ ഒരു സെമിനാരി ഇസ്രയേലിനകത്ത് ഓപ്പൺ ചെയ്തു. 200 കുഞ്ഞുങ്ങൾ യാഗപീഠത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകതരം ഹല്ലേലൂയ വസ്ത്രങ്ങളുമായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു. 10ാമത്തെ സംഭവം, യഹൂദന്റെ ആലയം വരുമ്പോൾ 2009 നിർണായകമായ വർഷം. കണ്ടോ, ഇസ്രയേലിൽ ആദ്യമായി ചുവന്ന പശുക്കുട്ടി പറഞ്ഞു. ഇസ്രയേൽ എന്തിനു വേണ്ടി പശുക്കുട്ടി പറഞ്ഞു? ലേവ്യ പുസ്തകപ്രകാരം യാഗത്തിനകത്ത് ചുവന്ന പശുവിനെ അർപ്പിക്കുന്ന സ്വോത്രം. 2009 ഒരു ചുവന്ന പശുക്കുട്ടി. ഇന്ന് ഇസ്രയേലിനകത്ത് എത്ര ചുവന്ന പശുക്കുട്ടിയുണ്ട്? ഇതിൻ്റെ ഇംഗ്ലീഷ് നാൾ റെഡ് അംഗസ്. ഇസ്രയേലിനകത്ത് ഇന്ന് രാത്രി കള്ളിക്കാട് ഞാൻ പ്രസംഗിക്കുമ്പോൾ 300-ൽ പരം പശുക്കുട്ടികൾ ഇസ്രയേലിനകത്ത്. ആരാ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ? ഐസക് ന്യൂട്ടൺ ആണോ? അല്ല ഗലീലിയോ ആണോ? അല്ലെ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലർ ആണോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാണോ? ഇവരൊന്നുമല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞർ. പണ്ടൊരു ചേട്ടനുണ്ടായിരുന്നു. ആരാ? യാക്കോബ് എന്ന് പറയുന്ന വല്യപ്പൻ. വല്ലവർക്കും അറിയാമോ? അദ്ദേഹം എവിടത്തേക്ക് പോയെന്നറിയാമോ? അമ്പൂരി, തേക്കുപാറ, കൂട്ടപ്പൂ, മണലി, അങ്ങനെ സ്ഥലം വല്ലതും കേട്ടിട്ടുണ്ടോ? അവിടെയായിരുന്നു ലാബാന്റെ വീട്. ലാബാന്റെ വീട്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 2 കാര്യമായിരുന്നു. 1 റബ്ബർ, 2 ആട് കൃഷിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ റബ്ബറിന്റെ വില പോയി. ഒട്ടുപാലിന് 40-ഉം ഷീറ്റിന് 80-ഉം. അപ്പോൾ അമ്പൂരി ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ പെൻഡിങ്, ജപ്തി നോട്ടീസ്. അന്നേരം ആടിന് പ്രത്യേക ഒരു വൈറസ് പഠിച്ചു. ആട്ടിന് നല്ല സുഖമില്ല, വെള്ളയാട്ടിനെ വെള്ളറടയിലും എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പനച്ചുമൂടി ചന്തയിലും കയറ്റിയിട്ട് രക്ഷയില്ല. അപ്പോൾ ലാബാന് പിടികിട്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ കയ്യിൽ ഈ വിഷയം കൊടുക്കാം. യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ആകെ പ്രതിസന്ധിയില്ല, റബ്ബറിൻ്റെ വില കൂടത്തില്ല. അതിനുടനെ ലാബാൻ പറഞ്ഞു, അങ്കിളെ പെമ്പിള്ളാരെ തന്നാ മതി, എല്ലാം ഞാൻ ശരിയാക്കി തരാം. സ്വോത്രം. അപ്പോൾ ലാബാൻ്റെ ഫേസ്ബുക്കിലോട്ട് ആരുടെ മക്കളുടെ എല്ലാം ഫോട്ടോ കൊടുത്തു. ഇവൻ നല്ല ലൈക്കൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ട് വിട്ടേക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് യാക്കോബ് എന്താ ചെയ്ത്, നല്ല കാടി കലക്കി, ഓക്കെ കാലിത്തീറ്റ എല്ലാം കലക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ വന്ന ആടിന് കുടിക്കാൻ വന്നപ്പോൾ പുന്നവടി, ഞെരിഞ്ഞിൽ വടി, ബൈബിൾ വായിച്ചവർ വല്ലവരും ഉണ്ടോ? മാറ്റി മാറ്റി വെള്ളം കൊടുത്തു. ആട് പേടിച്ചു പോയി ചെനയറ്റു. 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരമായ കറുത്താടും വരയാടും. അപ്പോൾ ആടിന് കളർ മാറ്റിയതാരാ? കാട്ടാടക്കര കല്ലൂരി ക്രിസ്ത്യൻ കോളേജാണോ? ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ജഗതിയിൽ കിട്ടുന്ന രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആണോ?
ഒന്നും അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? യഹൂദൻ യാക്കോബ്. സ്വോത്രം. ആട്ടിന്റെ കളർ മാറ്റിയ പുള്ളിക്കാരനാ യാക്കോബ്. പിന്നെ അവന്റെ കൊച്ചുമക്കൾ ആരായിരിക്കും? എല്ലാവരും അവന്റെ കാൽ കീഴിൽ വീഴും. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 300-ൽ പരം റെഡ് അങ്കസ്, മുഴുവൻ തെളിവ് ഷൈൻ, ഇതെല്ലാം യൂട്യൂബിൽ അത് കൊടുത്തിരിക്കുക. റെഡ് അങ്കസ് എന്ന് ഇസ്രായേലിനകത്ത് ഏറ്റവും നിർണായക കാര്യമായി 9ാമത്തെ സംഭവം കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ സംഭവമായി കഴിയുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, യഹൂദന്റെ ആലയത്തിനകത്ത് അന്തർമന്ദിരം, പഴയ നിയമത്തിനകത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്തിനകത്ത് കർമ്മം ചെയ്യുവാൻ ഒരു മഹാപുരോഹിതനെ അവർ വാഴിക്ക്. അവന്റെ ശരീരത്തിനകത്ത് ഉടുപ്പിക്കുവാൻ മാർപ്പതക്കം. ഇന്ന് $7 ലക്ഷം മാർപ്പതക്കം. മെഡിറ്ററേനിയൻ കടലിനകത്ത് പട്ടുനൂലിനകത്ത് നിന്ന് സിൽക്ക് മാറ്റുന്നത് പോലെ ലോകചരിത്രം എഴുതി വെച്ചു. മെഡിറ്ററേനിയൻ കടലിനകത്ത് ഒച്ച് നെയ്യാർനാമി കാണുന്നവർ അതിനെ തല്ലിക്കൊന്ന് അതിൻ്റെ ശരീരത്തിനകത്തുള്ള പ്രത്യേക നൂൽ നൂത്തുകൊണ്ട് $7 ലക്ഷം വിലമതിക്കുന്ന ഒരു വസ്ത്രം അന്തർമന്ദിരത്തിനകത്ത് മഹാപുരോഹിതന് വേണ്ടി ഇന്ന് യഹൂദൻ ഒരുക്കി വെച്ചിരിക്കുന്നു. വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ പുറമോട് 2018-ൽ 3ാമത്തെ സംഭവം നടന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ യെരൂശലേം ദൈവാലയം പണിഞ്ഞു. അതിൻ്റെ പിൻഗാമിയായി അന്നൊരു മതിൽ പണിഞ്ഞു. അതിൻ്റെ പേരാ വിലാപ മതിൽ. ആ വിലാപ മതിലിൻ്റെ മുൻപിൽ 2018-ൽ ഒരു സംഭവം നടന്നു. ഒരു യാഗപീഠം കൃത്രിമമായിട്ട് പണിഞ്ഞു. അവർ എന്താ ചെയ്തത്? ഒരു ചുവന്ന പശുവിന് റെഡ് അങ്കസിനെ അവർ അറുത്തിട്ട് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാ, ആലയം പണിഞ്ഞ് അതിനകത്ത് റെഡ് അങ്കസിനെ അറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ വിവരം, യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പറഞ്ഞ വാർത്ത കേട്ട് ലോകം ഞെട്ടുന്നു. കോവിഡ് 44 ദിവസം കിട്ടിയാൽ ഞങ്ങളിവിടെ സിനഗോഗ് പണിഞ്ഞു തരാം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 44 ദിവസം കൊണ്ട് അവന്റെ സിനഗോഗ് അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി കള്ളിക്കാട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാ. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയുകയോ, ഈ കോവിഡിന്റെ മറവിൽ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ കാലമായി. അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. നീതി സൂര്യൻ ലോകോപശാന്തിയോടെ വെളിപ്പെടാൻ കാലമായി. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. ഹല്ലേലൂയ. ആ വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി അതിനൊരു വില്ലുണ്ടായിരുന്നു. അതിന് മാത്രമല്ല, ഒരു കിരീടം അവന് കൊടുത്തു. ജയിപ്പാനുമായി അവൻ പുറപ്പെട്ടു. കോവിഡിന്റെ മറവിൽ അവൻ അടുക്ക വാതിൽക്കലെങ്കിൽ ഇസ്രയേലിന്റെ ആലയം പണിയുവാൻ വേണ്ടി എതിർ ക്രിസ്തു പദ്ധതി വെക്കുന്നു. ആലയം പണിഞ്ഞാൽ ലോകരെ മുഴുവനും ഒരേ രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ എന്തോ വരണം? ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരണം. സ്വോത്രം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. എന്താ കമ്പ്യൂട്ടർ? പണ്ടത്തെ കാലത്ത് ഈ കമ്പ്യൂട്ടറിനെ പറ്റി പ്രസംഗിച്ചാൽ പണ്ട് പെന്തിക്കോസുകാർ പറയുന്നത്, TV കാണരുത്, കണ്ടു കഴിഞ്ഞാൽ സാത്താൻ്റെ പെട്ടിയാ, എല്ലാവരും നരകത്തിൽ പോകുമെന്ന്. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. പിന്നെ നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് എന്താ കണ്ടത്? TV-യിലേക്ക് മിണ്ടുന്നില്ല. സ്വോത്രം. കാര്യം പിടികിട്ടിയോ? അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എന്ത്? ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി ബൈബിൾ പഠിക്കുന്ന പിള്ളേർ ശ്രദ്ധയോടെ ഇരിക്കണം. ഇപ്പം പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ ലോകം ഒരുവൻ്റെ കയ്യിലെത്തിക്കും. എന്താ? അമേരിക്കയിലിരിക്കുന്ന കുഞ്ഞുവാനച്ചാൻ, കള്ളിക്കാടാ വീട്. സ്വോത്രം. വീട്ടിൻ്റെ മുമ്പിൽ ഒരു ക്യാമറ വെച്ചിരിക്കുന്നു. സ്വോത്രം. അങ്ങേരം കുഞ്ഞുവാനച്ചാൻ്റെ പണിക്കാരൻ തോമസ് കുട്ടി ഗേറ്റ് തുറക്കുന്നു. ഈ ക്യാമറ എവിടെ പിക്ചർ കൊടുക്കും? അമേരിക്ക ന്യൂയോർക്കിൽ ഇരിക്കുന്ന കുഞ്ഞുവാനച്ചാൻ ലൈവ് പിക്ചർ കൊടുക്കും. മിണ്ടുന്നില്ലല്ലോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കള്ളിക്കാട് തോമസ് കുട്ടി വീട് തുറക്കുമ്പോൾ അച്ചായ ഇങ്ങനെ 14 കമ്പ്യൂട്ടർ നോക്കുമ്പോൾ തോമസ് കുട്ടി വീട് തുറക്കും. ഉടനെ നമ്മളെ കുരുക്കുന്ന ഒരുത്തനുണ്ടല്ലോ വാട്സപ്പ്. മിണ്ടുന്നില്ലല്ലോ. സൗകര്യമാണ്. പാസ്റ്റർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ കുഴപ്പമാണ്. സ്വോത്രം. തൊട്ടുപോരുത്, മയത്തിലേ തൊടാവൂ. സ്വോത്രം. വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ്, തോമസ് കുട്ടി നീ ലെറ്റർ എടുക്കാൻ വന്നയാണോ? ഒറ്റ കറക്കം. ഉടനെ തോമസ് കുട്ടി തിരിച്ച്, അച്ചായ ഞാൻ ലെറ്റർ എടുക്കാൻ വന്നേ. അച്ചായൻ പാത്തിരിക്കതോ? ഉടനെ അച്ചായൻ പറയും, ന്യൂയോർക്കിൽ ഞാൻ പാത്തിരിക്കത്. സ്വോത്രം. എന്താ വേണം? 4 വയറും 4Gയും. സ്വോത്രം. റെഡിയായോ? 1. രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഓൺലൈൻ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കുവൈറ്റിലായിരുന്നു. നാട്ടിൽ വന്ന് വെള്ളറുടെ നേരെ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച്, അരുമயான വിവാഹം. അവൻ കല്യാണം കഴിച്ച് 4 മാസം കഴിഞ്ഞ് അവൻ കുവൈറ്റിൽ തിരിച്ചു പോയി. കമ്പനി സ്റ്റോർ കീപ്പർ, പെങ്കൊച്ച് വീട്ടിൽ. അങ്ങനെ ഇരുന്നപ്പോൾ പെങ്കൊച്ചിനൊരു വല്ലായ്മ. ഉടനെ അമ്മച്ചി എല്ലാം കൂടെ കൂട്ടി കാരക്കോണത്ത് പോയി. കാരക്കോണത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ച്, വിവാഹം മുടിഞ്ചാച്ച് തിരുമണമൊക്കെ ശരിയാകും. തിരുമണം ശരിയായെന്ന് പറഞ്ഞു. ഒരു ഓക്കാനോ ഛർദിലോ ഒക്കെ. ഉടനെ പറഞ്ഞ് നമുക്ക് ഗൈനക്കോളജി കയറ്റാം. 800 രൂപ കാരക്കോണത്ത്. അത് മേടിച്ചിട്ട് പെങ്കൊച്ചിനെ കാരക്കോണത്ത്
എവിടെ കയറ്റി? അൾട്രാസൗണ്ട് കയറ്റി. ഡോക്ടർ റൂമിൽ ഇരിക്കുന്നു, പെങ്കൊച്ച് കിടക്കുന്നു. ഉടനെ അമ്മച്ചിയോട് പറഞ്ഞു, കൃപയാൽ ഉള്ളത്തിലൊരു പൈതൽ. ഉടനെ ആ നേഴ്സ് പെണ്ണ് കോട്ടിട്ടോട്ട് ചോദിച്ചു, ചേട്ടൻ എங்கே ഇരിക്കുന്നത് മോളെ? അപ്പം പറഞ്ഞു, കുവൈറ്റ് ഇരിക്കുന്നത്. സ്വോത്രം. അപ്പം പറഞ്ഞു, വാട്സപ്പോ മെയിൽ ID ഉണ്ടോ? ഉണ്ട്, ഒരു 50 രൂപയുടെ തരണമെന്ന്. അപ്പോൾ ചോദിച്ചു, പെങ്കൊച്ച് ചോദിച്ചു, അവിടെ കിടക്കാം, മയക്കമൊന്നുമില്ലല്ലോ, വയറെടുക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തിനാ? നിന്റെ വയറ്റിൽ കാണുന്ന കുഞ്ഞിന് ചേട്ടൻ്റെ 14 മൊബൈൽ അല്ലേ നോക്കിയാക്കകത്ത് ഇപ്പം കാണാമെന്ന്. സ്വോത്രം. പെങ്കൊച്ച് കിടക്കുന്നത് കാരക്കോണത്ത്, സ്കാനിനകത്തുനിന്ന് ലൈവായിട്ട് കൊടുക്കാമെന്ന്. കമ്പ്യൂട്ടർ ശരിയായോ? സന്തോഷം ഇല്ലല്ലോ. മൂന്നാമത്തെ സംഭവം, നിംസിലേക്ക് ഇന്ന് രാത്രി ഒരു കൊച്ചിനെ കൊണ്ടുപോയി, ചെറുപ്പക്കാരന് ഹാർട്ട് അറ്റാക്ക്. അവിടെ ചെന്നപ്പോൾ 2 സർജന്മാരില്ല, ഒരു ജൂനിയറേ ഉള്ളൂ. അപ്പോൾ ഉണ്ട് സ്വോത്രം, ഈ സർജൻ എല്ലാം കൂടെ രാത്രി സ്റ്റഡ് ഇടാൻ വെട്ടിപ്പൊളിച്ചപ്പോൾ ഇവിടെയൊക്കെ വല്ലാത്തൊരു കുരുക്ക്, ഇയാളും ഒരു വല്ലാത്ത കുഴച്ചിൽ. അപ്പം സീനിയർ ഡോക്ടറെ വിളിച്ചു വരുത്താനും വയ്യ, പുള്ളിക്കാരൻ 4 സർജറി കഴിഞ്ഞിട്ടുള്ളത്. ഉടനെ ഡോക്ടർ എന്ത് ചെയ്യും? സ്കാൻ യൂണിറ്റ് കൊണ്ടുവരും. ഇവിടുന്ന് ഈ വെട്ടിപ്പൊളിച്ച ഭാഗമെടുത്ത് സീനിയറിന് അയച്ചു കൊടുക്കും. ഡോക്ടറെ, ഞാൻ ഇവിടം വരെ ചെയ്ത്. ഡോക്ടർ പറയും, നീ മൊബൈൽ കട്ട് ചെയ്യേണ്ട, അവിടെ തന്നെ വെച്ചു. ഡോക്ടർ മൊബൈലിൽ കൂടെ പാക്കും. ചിന്ന ഡോക്ടർ ഇവിടെ ഇരുന്ന് കത്തിയും കരണ്ടിയൊക്കെ എടുത്ത് ഇവിടെ സർജറി നടത്തും. മിണ്ടുന്നില്ലല്ലോ, ഓൺലൈൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇപ്പം ചെറുപ്പക്കാർക്ക് ഒരു ക്രിക്കറ്റ് കളി വന്നിട്ടുണ്ട്, IPL. സ്വോത്രം. കൈ ഉയർത്തുന്നില്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? IPL ചെറുപ്പക്കാരും കൈ ഉയർത്തുന്നില്ല. IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. കൈ ഒന്ന് ഉയർത്തിയാട്ട്. ക്രിക്കറ്റ് ആർക്കും ഇഷ്ടമല്ലേ? നല്ല കുഞ്ഞുങ്ങൾ. സ്വോത്രം. കോഴക്കളി ഇഷ്ടപ്പെടുന്നില്ല. സ്വോത്രം. ആ ക്രിക്കറ്റ് എവിടെ നടക്കുന്നത്? ചെന്നൈയിലും രാജസ്ഥാനിലോ. നമ്മുടെ ജോമോൻ, നെയ്യാർ ഡാമിലെ ജോമോൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് 15,000 രൂപ വരണം ചെന്നൈ പോകാനായിട്ട്. അമ്മച്ചി പറഞ്ഞു, റേഷൻ മേടിക്കാൻ കാശില്ലെന്ന്. സ്വോത്രം. അപ്പം പറഞ്ഞ്, എന്തുവാ പ്രോഗ്രാം? അപ്പം പറഞ്ഞ്, ക്രിക്കറ്റ് കളിയാണ്. അവന് 250 രൂപ ചാർജ് ചെയ്യാൻ കൊടുത്തു. സ്വോത്രം. നെയ്യാർ ഡാമിൽ മരക്കുന്നത്ത് മരത്ത് കയറി അമ്മച്ചിയുടെ സാംസങ് മൊബൈൽ അടിച്ച് WW IPL അടിച്ചപ്പം ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി നെയ്യാർ ഡാമിൽ മരക്കുന്നത്തിരുന്ന് ജോമോൻ കാണുന്നു. സ്വോത്രം. മിണ്ടുന്നില്ല. സന്തോഷം ഇല്ലല്ലോ. ഇതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. കാണണമെങ്കിൽ എന്തോ വേണം? അടിക്കണം. W. മിണ്ടുന്നില്ല. W. മിണ്ടുന്നില്ല. സന്തോഷമില്ല. ബൈബിളിലേക്ക് വരും. അപ്പം വെളിപ്പാട് കണ്ടോണം. സ്വോത്രം. ഇത് ഇസ്രായേലിലേക്ക് വരാനാണ് ഞാൻ കറങ്ങുന്നത്. WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. ഇനിയുള്ള കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? എവിടം വരെ ചെയ്യും? എവിടാ W? 119 സങ്കീർത്തനം എടുക്കണ്ട. അതിന് ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ 6ാമത്തെ ഭാഗം പറയുന്നുണ്ട്. വൗ! 119ന്റെ 6 സങ്കീർത്തനം ഓരോ ഭാഗം വീട്ടിൽ ചെന്ന് നോക്കണം, തൊടത്തില്ല. അങ്ങനെയെങ്കിൽ മലയാളത്തിൽ 1, 2, 3, 4 പറയാം. അത് യഹൂദൻ്റെ ഭാഷയിൽ വരുമ്പോൾ ABCDEFGHIJKL നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് 26 അക്ഷരമാലയാണ്. അവസാനത്തെ 23ാമത്തെ അക്ഷരമാണ് W. യഹൂദൻ്റെ ഭാഷയിൽ വരുമ്പോൾ 6 W. വൗ! അങ്ങനെയെങ്കിൽ WW എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ്. ലോകം ഒരുവൻ്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ സാത്താൻ ഈ ലോകത്തെ പിടിക്കുമോ? അല്പസമയം ചിന്തയിലേക്ക് ഉണർവ് വിട്ടിട്ട് ബൈബിളിനകത്ത് എത്ര W ഉണ്ട്? ആന്റിക്രൈസ്റ്റ് വെളിപ്പെടാൻ പോകുന്നു WWയുമായി. 1. എതിർ ക്രിസ്തു ആരായിരിക്കും? വെളിപ്പാട് 13:3 വായിച്ചാട്ട് മോളെ. ഓരോ വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് നല്ലതാ, നിങ്ങൾക്കും പ്രസംഗിക്കാം. വെളിപ്പാട് 13:3 ഒന്നാമത്തെ W വായിക്കാം. വെളിപ്പാട് 13:3 വായിച്ചാട്ടെ. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണകരമായ മുറിവ്. ഇവിടെ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. അതായത് പറഞ്ഞ കമ്പ്യൂട്ടർ എന്ന വിഷയം. മുറിവിന്റെ ഇംഗ്ലീഷാ വൂണ്ട്. അങ്ങനെയെങ്കിൽ മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നത്. സിറിയ, ദാൻ ഗോത്രം. ബൈബിൾ റെഫറൻസ് കുഞ്ഞു വായിക്കത്തില്ല. യാക്കോബ് കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 49:10 വരുമ്പോൾ അവകാശമുള്ളവൻ യഹൂദയിൽ നിന്ന് എഴുന്നേൽക്കും, രാജദണ്ഡ് അവൻ്റെ കാൽ കീഴിലിരിക്കും. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് അവൻ്റെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. യഹൂദ അവകാശമുള്ളവൻ 7 വർഷം വേറൊരുവൻ ഭരണത്തിൽ വരും. 49:17 ബൈബിൾ പഠിച്ചുകൊണ്ട് സ്റ്റഡി ക്ലാസ്സിലെ പോലെ ഇറങ്ങാവൂ. ഉൽപ്പത്തി 49:17. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പം. ക്ലിയർ. വെളിപ്പാട് 13 മഹാസർപ്പം. അതുകൊണ്ട് ആൻറ്റിക്രൈസ്റ്റ് പലരും പറയുന്നു ഇവിടുത്തെ ഭരണാധികാരികളാണ് ആൻറ്റിക്രൈസ്റ്റ്. എൻ്റെ പൊന്നുമക്കള് അവരാരുമല്ല. ദാൻ ഗോത്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവന്, സിറിയ വഴി വരുന്നവന് ആൻറ്റിക്രൈസ്റ്റ്. 49:17 അതാ ക്ലിയർ. എന്താ എഴുതിയിരിക്കുന്നത്? ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പം. 1ാമത്തെ W കമ്പ്യൂട്ടർ വഴി. ഇനി ഞാൻ ഇന്റർനെറ്റിലേക്ക് അങ്ങ് പോകും. 1ാമത്തെ W ഹീ ഈസ് എ വൂണ്ടഡ് മാൻ. പെണ്ണല്ല ആൻറ്റിക്രൈസ്റ്റ്, വരുന്നവൻ വൂണ്ടഡ് മാൻ W. അടുത്ത 2ാമത്തെ വാക്ക് വായിക്കാൻ മോളെ. അതിന്റെ 4ാമത്തെ വാക്യം വെളിപ്പാട് 13:4. അടുത്തത് മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. സാത്താന്റെ ഇഷ്ടം എന്താ?
ആരാധന. അതിൻ്റെ W വർഷിപ്പ്. രണ്ടാമത്തെ W ശരിയായോ? ലോകം ഒരുവന്റെ കയ്യിൽ. ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മൃഗത്തോട് തുല്യൻ അതാ വരുന്നു. മൃഗത്തോട് തുല്യനാർ. അടുത്ത W. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? യവനെ ജയിക്കാൻ മോഡി സാറിനും പറ്റത്തില്ല, ബൈഡനും പറ്റത്തില്ല, ട്രംപിനും പറ്റത്തില്ല, ഒരുത്തനും പറ്റത്തില്ല. അതുകൊണ്ടല്ലയോ മാണി സാർ ഒരിക്കൽ നിയമസഭയെ VS അച്യുതാനന്ദനുമായിട്ട് ചക്കുളത്തി പോര് നടത്തിയപ്പം പറഞ്ഞില്ലേ, സാർ അന്തിക്രിസ്തു വരുന്നു. മിണ്ടുന്നില്ലല്ലോ. അതാരും കണ്ടില്ലായിരുന്നു. സ്വോത്രം. പരേതനായ മാണി സാർ VS അച്യുതനുമായിട്ട് ബാർക്കോഡ് നടത്തിയപ്പോൾ മാണി സാർ പറഞ്ഞ സാർ അന്തിക്രിസ്തു വരുന്നു. സ്വോത്രം. എത്ര ക്ലിയറാ. നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. ബാക്കി VS പറഞ്ഞത് അവസാനം പറയാം. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങളോടും. അടുത്ത വാക്ക് വായിച്ചാട്ട്. സകല ഭൂമിയും. വായിച്ച മോളെ. വമ്പും ദൂഷണവും സംസാരിക്കുന്നവായി അതിന് ലഭിച്ചു. കിടക്കുന്നവൻ ലോകത്തോട് സംസാരിക്കുമെന്ന് സാത്താൻ. പണ്ട് 5 വർഷം മുമ്പ് ഞാൻ കള്ളിക്കാട് വന്ന് പ്രസംഗിച്ചാൽ നാട്ടുകാർ പറയും പാസ്റ്ററിന് തലയ്ക്ക് നട്ടളവി എന്ന്. സ്വോത്രം. പണ്ട് കട്ടയ്ക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ വിറ്റുപിലിപ്പൊക്കെ ആയിരുന്നു തോന്നുന്നു, എൻ്റെ എപ്പോഴും ഓർമ്മയില്ല. ഞാൻ അന്ന് റേഷൻ കൈവച്ച് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു എൻ്റെ തലയ്ക്ക് ബുദ്ധി കൂടി പാസ്റ്ററിന് എന്തോ നട്ടുപോയെന്ന്. സ്വോത്രം. കട്ടയ്ക്കോട് ഗ്രൗണ്ട് തിരിയുന്നിടത്ത് ഞാൻ പ്രസംഗിച്ച് റേഷൻ കൈവച്ച് കാട്ടാക്കടക്കാർ മേടിക്കുമെന്ന്. അന്ന് ആരാണ്ട് പറഞ്ഞ് ബോൾട്ട് ഇളവിയതാന്ന്, ശരിയായിക്കോളൂന്ന്. സ്വോത്രം. 2 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് യോഗം വെച്ചപ്പം അവറാച്ചായനും സുമച്ചേച്ചി, അത് കഴിഞ്ഞിട്ട് ചിന്നമ്മാമയും തോമസ് കുട്ടി നാരായണൻ ചേട്ടനും അടിക്കുന്നു കീ കൂക്കു ഈ പോസ്. സ്വോത്രം. എത്ര ക്ലിയറായി മേടിച്ചില്ലേ കൈ വെച്ച്. നല്ല കാര്യം. സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്താ സംസാരിക്കുന്ന വമ്പും ദൂഷണവും? അതിനൊരു അങ്കിള് നമ്മുടെ മൊബൈലിൽ വന്നില്ലേ? ആരാ എന്ന മൊബൈലിലുള്ള അങ്കിൾ? അവനെ വല്ലവർക്കും അറിയാമോ? അവൻ്റെ പേരാ ഗൂഗിൾ. മിണ്ടുന്നില്ല. സന്തോഷമില്ലല്ലോ. പണ്ട് കള്ളിക്കാട് വന്നിട്ട് നാരായണൻ ചേട്ടനോട് ചോദിക്കത്തില്ലായിരുന്നോ നെയ്യാർ ഡാം എங்கே ഇരിക്കുന്നത്? ഇപ്പം അത് വേണോ? നമ്മൾ പട്ടകുളത്ത് വരുമ്പോഴേ മൊബൈലിനോട് ചോദിക്കും, ചേട്ടാ നെയ്യാർ ഡാം എവിടെ ഇരിക്കുന്നത്? ഉടനെ കമ്പ്യൂട്ടർ പറയത്തില്ലയോ, ഗൂഗിൾ പറയത്തില്ലയോ, ഗോ സ്ട്രൈറ്റ് 200 meters ഗെറ്റ് ലെഫ്റ്റ് ഗോ 4 kilometers അഹെഡ് നെയ്യാർ ഡാം. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? മൊബൈൽ സംസാരിക്കുന്നത്. കരം ഉയർത്തുന്നില്ലല്ലോ ചെറുപ്പക്കാർ. എന്തെല്ലാം അവന്മാർ ചോദിക്കുന്നതെന്നറിയാം. ഇപ്പം മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. സ്വോത്രം. രാത്രി അവർ ചോദിക്കുന്ന സഹോദരന്മാർ ചോദിക്കുന്ന കേട്ടാ ഇപ്പം ഞാൻ സ്റ്റേജിൽ പറയുന്നില്ല. വമ്പും ദൂഷണവും സംസാരിക്കുന്ന ഇത് സാത്താൻ സംസാരിക്കാൻ പോകും. ഞാൻ പുറകെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിച്ചാട്ടം പോലെ. മൂന്നാമത്തെ W വേടെ. അടുത്ത വാക്ക്. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. സകല ഭൂവാസികളും ഈ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അതിന്റെ പേരാ വിസ്മയം, അതിശയം, വണ്ടർഫുൾ. അടുത്തത് വായിക്കാം. അടുത്ത വാക്ക്. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. അവന്റെ സംസാരം ഇതാ. ലോകത്തോട് ക്ലിയർ ആയിട്ട് സംസാരിക്കത്തില്ല. യേശു ഉയരത്തിൽ നിന്ന് നിത്യജീവ മൊഴികൾ എന്നിലുണ്ട് പരനെ. സ്വോത്രം. യവൻ വരുന്നത് താഴത്തിന്ന് വരുന്ന സാത്താന്റെ ഇഷ്ടം എന്തുവാ? കഞ്ചാവും മയക്കുമരുന്നും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുത്തുക. അത് കഴിഞ്ഞിട്ട് വേറൊരു ഹോബിയുണ്ട് സാത്താന്റെ. ക്രിക്കറ്റ് കളിയല്ല അവന്റെ ഹോബി. അതുകൂടെ വായിക്കുക. W വിശുദ്ധന്മാരോട് വായിക്കാണ്ട്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് പറ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. അത് ഏതാ? W. അപ്പോൾ സാത്താന്റെ 5 W ദാ കിടക്കുന്നു. 1 മരണകരമായ മുറിവ്, ഹീസ് എ വൂണ്ടഡ് മാൻ. 2 അതിശയിപ്പിക്കുന്ന മനുഷ്യൻ, വണ്ടർഫുൾ മാൻ. 3 അവർ വർഷിപ്പ് നീഡ്, ആരാധന ആവശ്യം. 4 സകല മനുഷ്യരോടും അവൻ സംസാരിക്കും. നമ്മുടെ ചേട്ടൻ ഗൂഗിൾ സംസാരിക്കുന്നു. 5 അടുത്ത ഏറ്റവും നല്ല കാര്യം അവൻ്റെ ഹോബി യുദ്ധം. ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? സന്തോഷമില്ലല്ലോ. ഇത്രയും കണ്ടില്ലേ? മിണ്ടുന്നില്ല. ഗൂഗിൾ സംസാരിച്ച് ആരും അറിഞ്ഞില്ല. സ്വോത്രം. അടുത്തത് അവൻ സംസാരിക്കുമ്പോൾ ദാനിയേൽ വായിക്കാം. ചിന്നമ്മാമ അവറാച്ചാനെ അവൻ നോക്കുവോ? ദാനിയേൽ 7:8 വായിച്ചാട്ടെ. ദാനിയേൽ 7:8. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇതാ ആന്റി ക്രൈസ്റ്റ്. ചെറിയ കൊമ്പ്. 3 രാജ്യത്തെ വീഴ്ത്തിക്കളയും. രാജാധിപത്യം, ജനാധിപത്യം. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും ഏകാധിപത്യം. എല്ലാവരും പോവും. പിണറായി സാറും പോവും, മോഡി സാറും പോവും, കസേര പിടിച്ചിരിക്കുന്ന ജൈനാക്കാരനും പോവും. അവനെ എല്ലാം തകർക്കും. ഞാൻ സമയമില്ല. അവൻ എല്ലാത്തിനെയും വീഴ്ത്തിക്കളെ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. എത്ര ക്ലിയർ. തിരുവിതാംകൂർ രാജത്വം പോയി. അതിനുശേഷം ജനാധിപത്യം പോയി. ഇപ്പോഴത്തെ ഭരണാധികാരികൾ പറയുന്ന ശവപ്പെട്ടി കയറുന്നവരെ ഞങ്ങൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാണ്. സ്വോത്രം. കസേര വിടുക. ഇതിൻ്റെ പേരാ ഏകാധിപതികൾ. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടായിരുന്നോ ബൈബിൾ?
2 തിമോത്തിയോസ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവരായ അജിതേന്ദ്രന്മാർ, ഇണയില്ല പിണ കൂടാതെ. അത് കഴിഞ്ഞിട്ട് വേറെ എഴുതിയിട്ടുണ്ട് അമ്മയപ്പനെ അനുസരിക്കാത്ത, അത് പിന്നെ കള്ളിക്കാടുകാരോട് പറയണ്ട. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം എഴുതിയിട്ടുണ്ട് ഉഗ്രന്മാർ. അങ്ങനെ വല്ലതും കേട്ടവരുണ്ടോ? അന്ത്യകാലത്ത് ദുർഘട സമയം. അതാ ഇന്നത്തെ ഭരണാധികാരികൾ കസേര വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ അടുത്തതാ ലാപ്ടോപ്പ്, നിങ്ങളുടെ മൊബൈലിലെ ക്യാമറ. അടുത്ത വായിരുമോള്, അടുത്ത വാക്യം. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും. അടുത്തത് വമ്പ് പറയുന്ന, വായിച്ചാട്ട്, വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് ശരിയായ. ഗൂഗിൾ വിത്ത് ക്യാമറ. മിണ്ടുന്നില്ലല്ലോ, സന്തോഷം ആർക്കും ഇല്ലല്ലോ. സ്വോത്രം. പണ്ട് അമേരിക്കയിലിരുന്ന അപ്പച്ചൻ മോനോട് നാട്ടിൽ വിളിച്ചു വയ്ക്കും, റബ്ബറിൻ്റെ പാലിന് എത്ര വിലയുണ്ട്? അമ്പൂരിയിൽ ഭൂകമ്പമൊക്കെ കഴിഞ്ഞു, കള്ളിക്കാട് ടൗണൊക്കെ റെഡിയായി. ഇപ്പം അങ്ങനാന്നോ ചോദിക്കുന്നത്? അപ്പച്ചൻ എന്തോ ചെയ്യും? 4 മീറ്റല്ലേ വരുന്നത്. 1 ഫേസ്ബുക്ക് ലൈവ്, മിണ്ടുന്നില്ല. 2 വാട്സപ്പ് ലൈവ്. 3 ഗൂഗിൾ മീറ്റ്. 4 അടുത്തത് വരുന്നുണ്ട്, എന്താ വെച്ചാൽ ഫേസ് ആപ്പ്. എത്ര എണ്ണ വരുന്നത്? കള്ളിക്കാടോട് നടക്കുമ്പം മോൻ ഇങ്ങനെ പടം കാണിക്കും, അപ്പച്ച അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. സ്വോത്രം. ഇപ്പം കമ്പ്യൂട്ടർ മനുഷ്യനെ കാണുന്നു, സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. കോവിഡ് കാലത്ത് ആരൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചു? താണ്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് സഹോദരി ജ്യോതിമോള് സ്മാർട്ട് ഫോൺ കൊടുക്കും, തൊട്ടുപോരുതെന്ന് പറയും. സ്കൂൾ അടച്ചപ്പം ജ്യോതിമോള് കൊടുത്തിട്ട് പറഞ്ഞ് മക്കൾ എത്ര വേണേലും ഇട്ട് അടിച്ചോളാം. സ്വോത്രം. ഫേസ്ബുക്ക്, സ്കൂൾ ആപ്പ് മൊത്തം കമ്പ്യൂട്ടറിനകത്ത്. അന്നേരം കള്ളിക്കാട്ട് പ്രായം ചെന്ന് ഷീലാസ് ചേട്ടൻ 80 വയസ്സായി, ഒരു സഭായോഗത്തിനും പോകാൻ പറ്റുന്നില്ല. ഉടനെ ആരാണ്ട് പറഞ്ഞു ലൈൻ കിട്ടുന്നില്ല. ഉടനെ പറഞ്ഞു മര്യാദയ്ക്ക് എനിക്കൊരു മൊബൈൽ മേടിച്ചു തരണം. കൊച്ചിയർക്കൻ എല്ലാ ശനിയാഴ്ചയും ചാർജ് ചെയ്ത് കൊടുക്കണം. WW വീട്ടിലെ സഭായോഗം. ആര് കമ്പ്യൂട്ടർ പഠിച്ച്? 80 വയസ്സുള്ള ശീലാസിയേട്ടനും കമ്പ്യൂട്ടർ പഠിച്ചു. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. കോവിഡിൻ്റെ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാത്ത വല്ലവരും ഉണ്ടോ? കരമുയരുന്നില്ലല്ലോ. 80 വയസ്സുള്ള അമ്മച്ചി വീട്ടിലെ സഭായോഗം, 4 വയസ്സുള്ള UKG WW സ്കൂൾ ആപ്പ്. സ്വോത്രം. മിണ്ടുന്നില്ല. പിന്നെ ആരും വിഷമിക്കേണ്ട, കേട്ടാലും കർത്താവ് രണ്ടാമത് വന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല. സ്വോത്രം. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട. സ്വോത്രം. കർത്താവ് രണ്ടാമത് മേഘപ്രത്യക്ഷതയെ വന്നാലും ഇത് നല്ല കൊയ്ത്ത, ഇത് തീരത്തില്ല. സ്വോത്രം. വൈകിട്ട് വെക്കാൻ പറഞ്ഞാൽ പറയും പകല് വന്നാൽ മതി. സ്വോത്രം. ഈ കോവിഡ് കാലത്ത് രക്ഷപ്പെട്ടത് പാസ്റ്റർമാർ സംഘടനയൊന്നുമല്ല, വീട്ടിലെ സഭായോഗം. ഇനിയും ദൈവം അവരെ നടത്തട്ടെ. സ്വോത്രം. പക്ഷേ അന്ത്യകാലം പ്രസംഗിക്കുന്ന ഒരൊറ്റ എണ്ണത്തിനെയും കേട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ വല്ല അന്ത്യകാലവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളികളുടെ കുപ്പായം പോവും. സ്വോത്രം. ഇപ്പോഴും വീട്ടിലെ സഭായോഗത്തിൽ ഏലാ താഴ്വര ദാവീദും ഗോലിയാത്തും യേശു പോലും ജനിച്ചിട്ടില്ല. സ്വോത്രം. ഇവിടെ നിൽക്കുക, കേട്ടാലും ഒന്നും കുഴപ്പമില്ല, ലൈവിലും ഇല്ല. കർത്താവിൻ്റെ വരവ് പറയുന്ന ഒരൊറ്റ പ്രാസംഗികർ യവമാർ ഈ വീട്ടിലെ സഭായോഗത്തിൽ കയറ്റിയിട്ടില്ല. സ്വോത്രം. കേറ്റാത്ത എന്താ കാര്യം? ഞങ്ങൾ വല്ലതും പറഞ്ഞാൽ ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെടും, അത് സാത്താനും ഇഷ്ടമല്ല. സ്വോത്രം. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു പേടിയില്ല, സന്തോഷമായിട്ട് ഏത് നേതാവിൻ്റെ. സ്വോത്രം. ലൂക്കോസ് മാസ്റ്ററിന് നേരെ അറിയാം, ഒരു നേതാവിൻ്റെ പെട്ടി പിടിച്ചൊന്നുമല്ല ഞങ്ങൾ ഇതിനകത്ത് കയറിയത്. ചങ്ക് തകർന്ന് ഇട്ടിരിക്കുന്ന ഉടുപ്പ് മൊത്തം വിയർത്ത് അടിക്കലത്തെ ബന്യനും തകർന്നിട്ടാണ് ഞങ്ങൾ AC മുറിക്കകത്തല്ല ഇത് തുടങ്ങിയത്. കമ്പോളക്കകത്തും കവലക്കകത്തും രാജേഷ് ബ്രദറിനറിയാം, വീട്ടുമുറ്റത്തുമല്ല ചങ്ക് കീറി യേശുവിനെ പറ്റി പ്രസംഗിച്ചവരാ ഞങ്ങൾ. ടെലിവിഷൻ കിട്ടിയില്ലേലും ചാനൽ കിട്ടിയില്ലേലും, സ്വോത്രം, നാളെ വേദി കിട്ടിയില്ലേലും കള്ളിക്കാട് നിന്ന് വഴി നിന്ന് പറയും യേശുവാ ഞങ്ങളെ രക്ഷിച്ചത്. സ്വോത്രം. അതിനു വേണ്ടി ഒരു കൂട്ടം ജനത്തെയാണ് ഞങ്ങൾ വാർത്തെടുക്കുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം. സ്വോത്രം. കമ്പ്യൂട്ടറിൻ്റെ പതിപ്പ് മുഴുവൻ്റെ കയ്യിലും എത്തിക്കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ 1ാമത്തെ പതിപ്പ്. ഇനിയുള്ള കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കണം. കമ്പ്യൂട്ടറിൻ്റെ 1 1945 ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്ന ഫിലാഡൽഫിയ P1 പെൻഡിയം. 2ാമത്തെ പതിപ്പ് 1961 വന്ന് പെൻഡിയം 2. 3ാമത്തെ പതിപ്പ് വീണ്ടും വന്നു 1971 P3. 4ാമത്തെ പതിപ്പ് വന്ന് പെൻഡിയം 4 P4. ആ P4 വന്നപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്യാം, പ്ലെയിൻ ബുക്ക് ചെയ്യാം, ബാങ്ക് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. കേട്ട വല്ലവരും ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. ഇതാ ബൈബിളിൻ്റെ തനിമ. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. പണ്ട് ദുബായിൽ നിന്ന് മോൻ്റെ മണി ഓർഡർ വീട്ടിലെത്തണേ അച്ചാൻ 8 ദിവസം എടുക്കണം. ഇന്ന് ദുബായ് കാശ് കൊടുത്താൽ ഒരു മെസ്സേജ് തോമാച്ചായന് വരും. ദാണ്ട കള്ളിക്കാട് താഴെ കാണുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെല്ലുമ്പോൾ തോമാച്ചായ നമ്പർ എന്ന് പറയാൻ പറയും. 65 15 28. ഒറ്റ ഉപ്പ്. മോൻ അടിച്ച പൈസ 10,000 അന്നേരം കിട്ടും. ലോകം വിരൽ തുമ്പിൽ. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. തീർന്നില്ല. ലോകം അവസാനിക്കാറായി. ഇതാ ബൈബിളിനകത്ത് 5
W. He is a wounded man. He is a worship needed man. He is a wonderful man. He need war. Also his word is hearing everyone. അവന്റെ ശബ്ദം മുഴുവൻ കേൾക്ക്. അവന്റെ അനിയൻ നിങ്ങളുടെ മൊബൈലിനകത്ത് വന്നു, ഗൂഗിൾ അന്ത്യകാലം. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കുന്ന കാലം അടുത്തു വരുന്നു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ 4.5 പതിപ്പ് വരുന്നു. അതിന്റെ പേരാ എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അങ്ങനെ ഒരു കാലത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തിന്റെ പ്രതിമ വരുമോ? ഇതുവരെ നമ്മുടെ മുഖാമുഖം അമേരിക്കയിലും ബാക്കിയുള്ളിടത്തുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുമോ? ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടിത് പ്രസംഗിച്ചാൽ നിങ്ങൾ ഏൽക്കത്തില്ല. എന്തുകൊണ്ട് മൃഗത്തിന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും? 2017 കാര്യം മാറി മറിഞ്ഞു. സൗദിക്കാരി ഒരു റോബോട്ട് വന്നു. അവളുടെ പേരാ മേരാനാം സോഫിയ. നമസ്തേ ഇന്ത്യ. റോബോട്ട് സംസാരിച്ചു തുടങ്ങി. ബൈബിളിലേക്ക് ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരാം. തീർന്നില്ല. അവൾ സാരിക്കാരിയായി ബോംബെയിലേക്ക് വന്നു. സോഫിയ, മേരാനാം സോഫിയ, നമസ്തേ ഇന്ത്യ. കമ്പ്യൂട്ടർ സ്റ്റാക്കിംഗ് ഹിന്ദി ലാംഗ്വേജ്. ബൈബിൾ വമ്പും ദൂഷണവും പറയുന്ന നാവ്. അടുത്ത വാക്യം കേട്ടോട്, അടുത്തത് മനസ്സിലാക്കണം. ഇതേ ജില്ല, തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിൽ ഒരു പെങ്കൊച്ചുണ്ട്. അവൾക്കുള്ള പേരാ മിത്ര അഥവാ വ്യോമമിത്ര. അവളാ ഇന്ന് ബാംഗ്ലൂരിൽ വ്യോമ നിരീക്ഷണ കേന്ദ്രം നിയന്ത്രിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്നുണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടർ. അവൾക്കുള്ള പേരാ യന്ത്രസുന്ദരി. വ്യോമമിത്ര, ഇന്ത്യയുടെ യന്ത്രസുന്ദരി. ബൈബിളിനകത്തുണ്ടോ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും? വായിക്കാം മോളെ, വെളിപ്പാട് 13:15. ഈ മൃഗത്തിന്റെ പ്രതിമ എവിടെ ചെല്ലും? ഇന്ന് രാത്രി മനസ്സിലാക്കണം. മൃഗത്തിന്റെ പ്രതിമ. വെളിപ്പാട് പുസ്തകം 13:15 വേഗത്തിൽ വായിച്ചാട്ടെ, സമയം ഓടിപ്പോകുന്നു. വെളിപ്പാട് പുസ്തകം 13:15 വായിച്ചാട്ടെ, വായിക്കാം. പ്രതിമ സംസാരിക്കേണ്ടത്. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി ഇതാ ബൈബിളിന്റെ തനിമ. കള്ളിക്കാട് ഇത് കൊച്ചു പുസ്തകമല്ല, ഉപദേശിയുടെ ജീവന്റെ വഴിയല്ല, അല്ലെങ്കിൽ ചിലത് എടുത്താൽ നന്നാവുമെന്നല്ല. ഈ പുസ്തകത്തിനകത്തില്ലാത്ത ഒരു കാര്യവും ലോകത്തിലില്ല. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കൊത്തി വലിക്കുന്ന കഴുകന്റെയും പരുന്തുകളുടെയും നടുവിൽ ഒരപ്പച്ചൻ വിളിച്ചു പറഞ്ഞു, കമ്പ്യൂട്ടർ സംസാരിക്കും, മൃഗത്തിന്റെ സംസാരിക്കുമെങ്കിൽ. ഇന്ത്യയുടെ IIT-ക്കകത്ത് മേരാനാം സോഫിയ, നമസ്തേ ഇന്ത്യ എന്ന് കമ്പ്യൂട്ടർ സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇന്ന് രാത്രി കള്ളിക്കാട് ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പറയുന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? കമ്പ്യൂട്ടർ സംസാരിക്കുമെന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് യോഹന്നാൻ പറഞ്ഞെങ്കിൽ ബോംബെക്കകത്ത് മേരാനാം സോഫിയ, നമസ്തേ ഇന്ത്യ ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ. കള്ളിക്കാട് സമയമെടുത്തു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം.